ഹായ് വൺ വെൽക്കം ടു ക്രിയേറ്റീവ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതെന്ന് പറയുന്നത് എന്താ ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയായിരുന്നു. നമ്മൾ ഓപ്പറേറ്റേഴ്സിൻ്റെ തന്നെ 2 വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളാണെങ്കിൽ എന്താ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും പഠിച്ചു. അപ്പോൾ അത് പറഞ്ഞു അത് നമുക്ക് കോമ്പാക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ പേരെന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കുമെന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, എന്തിനു വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാം. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്തോ ഒരു കണ്ടീഷൻ വരും, ആ കണ്ടീഷനെ എന്താ ചെക്ക് ചെയ്യാൻ വേണ്ടി എന്നുള്ളത് തന്നെ. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് കറക്റ്റ് പറഞ്ഞുതരാം. കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മളാണെങ്കിൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞു എന്താ അത് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു എന്താ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഓക്കെ ആണോ. അപ്പോൾ നമുക്കാണെങ്കിൽ മേ ബി വാല്യൂസ് ഇത് ഒന്നെങ്കിൽ ഓക്കെ ആവല്ല ഓക്കെ ആതിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കമ്പാരിസൺ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അതന്നെ ഈ ചെക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കമ്പാരിസണോ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ പെയറായിട്ട് വരുന്ന സാധനമാണ് എന്ത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് പല രീതിയിലുള്ള കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, എൽസ് ഇഫ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ സ്വിച്ച് എന്ന് പറയുന്ന കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിനെക്കുറിച്ച് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. യൂസ് ദ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ടു സ്പെസിഫൈ എ ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് എ കണ്ടീഷൻ ഈസ് ട്രൂ. ഓക്കെ, ഇച്ചിരി മുമ്പേ നമ്മൾ പറഞ്ഞതെന്ന് പറയുന്നത് എന്താ നമ്മുടെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് അല്ല അതൊക്കെ യൂസ് ചെയ്യണേന്ന് പറയുന്നത് എന്തോത്തിനാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടീഷൻസ് വരും, അത് ട്രൂ ആയിരിക്കാം, ചിലപ്പോൾ ഫോൾസ് ആയിരിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇൻ കേസ് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ എയുടെ വാല്യൂ വലുതാണെങ്കിൽ അവിടെ എന്താ യൂസറിനെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിരുന്നു. അപ്പം അതേപോലെ എന്താ ആ കണ്ടീഷൻ ശരിയാണ് എങ്കിൽ അല്ലെങ്കിൽ ആ കമ്പാരിസൺ ചെയ്യുമ്പം അതിൻ്റെ ആൻസർ ശരിയാണ് എങ്കിൽ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്കാണെങ്കിൽ എയുടെ വാല്യൂ ചിലപ്പം മാറ്റണം, അല്ലെങ്കിൽ എന്താ യൂസറിനെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എയുടെ വാല്യൂ ആണ് വലുത് എന്നുള്ള രീതിയിൽ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇഫ് എന്ന് പറയുന്നത്. ഇഫ് കണ്ടീഷൻ എന്താ ഇഫ് എഴുതും, എന്നിട്ട് നമ്മൾ എന്താ കണ്ടീഷൻ എഴുതും. എന്ന് വെച്ചാൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഏത് കണ്ടീഷനാണോ നമുക്ക് വേണ്ടത് ആ കണ്ടീഷൻ നമ്മൾ അവിടെ എഴുതും. അതിൻ്റെ ആൻസർ ട്രൂ ആണെങ്കിൽ നടക്കേണ്ട കാര്യങ്ങൾ എന്താ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾ എഴുതും. അത്രേ ഉള്ളൂ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ അടുത്ത വരുന്നതാണ് എൽസ് ഇഫ്. ഇഫും എൽസ് ഇഫ് ഇതെല്ലാം എന്താ ഇതെല്ലാം ചേട്ടനും അനിയന്മാരും എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, യൂസ് ദ else statement to specify a block of code to be executed if the condition എന്ന് വെച്ചാൽ ഇഫ് കണ്ടീഷനകത്തുള്ള സാധനം തെറ്റാണ്. നമുക്ക് ഇഫ് കണ്ടീഷനകത്തുള്ള സാധനം തെറ്റാണ് എങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കണ്ടീഷനോടെ ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്തു പോകാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് എൽസ് ഇഫ് എന്ന് പറയുന്ന സാധനം നോക്കുന്നത്. അപ്പം ഇതിൻ്റെ കോഡൊന്ന് നോക്കിക്കോ. ഞാൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോഡ് കാണിച്ചിട്ട് ഇതുണ്ടോ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോഡ് വർക്കിംഗ് ഇല്ല. ഓക്കെ, കണക്റ്റഡ് അല്ല. ഓക്കെ, ഓക്കെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ് ഉണ്ടോ. സിൻടാക്സ് എന്ന് പറയുന്നത് എന്താ നമ്മുടെ കോഡിങ് പറയുന്നത് സിൻടാക്സ്. ഓക്കെ, ഇത് നോക്കി ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇഫ് ഇവിടെ നമ്മളെന്താ എ ഗ്രേറ്റർ ദാൻ ബി അല്ലെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ സി അല്ലെ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ നമ്മൾ എഴുതിപ്പോവും. അപ്പോൾ ഇത് ശരിയാണെങ്കിൽ നമുക്കാണെങ്കിൽ എന്താ ഇതിനകത്ത് നമുക്ക് എഴുതുന്ന കാര്യം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എഴുതുന്നത് എന്തായിരിക്കും ഡിലീറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമുക്ക് എന്താ എ ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞ് എന്ത് ചെയ്ത് കാണിക്കണം പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അത് നമുക്ക് എവിടെ എഴുതാൻ പറ്റും ഈ കണ്ടീഷനകത്ത് എഴുതാൻ പറ്റും. ഇപ്പം നമ്മൾ ഇത് ചെയ്തു എ ഗ്രേറ്റർ ദാൻ ബി ആണ്, പക്ഷെ ആ കണ്ടീഷൻ തെറ്റായിപ്പോയി. എന്നിട്ട് നമുക്ക് എന്താ സോറി ഇവിടെ ഇഫ് എൽസ് അല്ല വന്നേക്കുന്നത് എൽസ് ആയിരുന്നല്ലേ. ഓക്കെ 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 സോറി ഇറ്റ്സ് എ മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ്. സോറി, ഞാനിത് ഇഫ് എൽസ് എന്നും പറഞ്ഞുള്ള രീതിയിലാണ് വാങ്ങിച്ചത്. സോറി, ആൻറ്റി പറഞ്ഞത് അത് തന്നെ. സോറി, ഇറ്റ്സ് എ മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ്. എൽ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം എന്താ യൂസ് ദ എൽ സ്റ്റേറ്റ്മെൻറ്റ് ടു സ്പെസിഫൈ എ ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് ദ കണ്ടീഷൻ ഈസ് എ ഫോൾസ്. എന്നുവെച്ചാൽ ഇഫ് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ഈ എ എന്ന് പറഞ്ഞ 10 ഉണ്ട്, ബി എന്ന് പറഞ്ഞ് 8 ഉണ്ട്. നമ്മളിവിടെ മുമ്പേ പറഞ്ഞിട്ട് ഇനി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം. ഇഫ്
എ ഗ്രേറ്റർ ദാൻ ബി. എന്താ നമ്മൾ കേളി ബ്രാക്കറ്റാണ് അവിടെ ഓപ്പൺ ചെയ്തത്. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളെന്താ പ്രിൻ്റ് എഫിനകത്ത് എന്താ എ ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞ് എഴുതും. സ്റ്റേറ്റ്മെൻറ്റ് ഇത് ചെയ്യും. എന്താ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇൻ കേസ് ഇതല്ല, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻ്റ് അല്ല ശരി എന്ന് വെച്ചാൽ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് വെച്ചാൽ ഓക്കെ, ഇവിടെ ഒക്കെയാണ് എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 8. ഈ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പം ഇത്രയും സംഭവിച്ചാൽ മതി. എ ഗ്രേറ്റർ ദാൻ ബി ആണ്, എ ഗ്രേറ്റർ. ഇനി ബീൻ്റെ വാല്യൂ ഒരു 80 എങ്കിൽ ആരാണ് വലുത്? ബി അല്ലേ വലുത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, 10 ഗ്രേറ്റർ ദാൻ എത്ര 80 അല്ല. അപ്പോൾ എന്താ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കിടക്കുന്ന സംഭവങ്ങൾ എപ്പോഴേ വർക്ക് ആകത്തുള്ളൂ? ഈ ഒരു കണ്ടീഷൻ ശരിയായാൽ മാത്രമേ വർക്ക് ആകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ശരിയല്ലാത്ത സമയവും വരാം. അപ്പോൾ ശരിയല്ലാത്തേക്ക് ഇപ്പം നമുക്ക് 2 കാര്യങ്ങൾ മാത്രം കമ്പയർ ചെയ്തത്. എ ഗ്രേറ്റർ ദാൻ ബി, എ ബിയെ കാട്ടി വലുതാണോ? അല്ല. അല്ലെങ്കിൽ ആരായിരിക്കും വലുത്? ബി ആയിരിക്കും വലുത്. അപ്പോൾ അതിന് ഇനി നമ്മൾ എന്താ ലോജിക്ക് എഴുതണം. ബി ഗ്രേറ്റർ ദാൻ എ ആണോ നമ്മൾ വീണ്ടും നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എ ഗ്രേറ്റർ ദാൻ ബി, ഇതിൻ്റെ ആൻസർ ഫോൾസ് ആണെങ്കിൽ ഒബ്വിയസ്ലി ആരായിരിക്കും വലുത്? ബി ആയിരിക്കും വലുത്. അപ്പോൾ നമ്മൾ എൽസിനകത്ത് എന്ത് എഴുതും? എൽസിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും ചെക്ക് ചെയ്യേണ്ട. എൽസിനകത്ത് എന്താണോ ചെയ്യേണ്ടത് അങ്ങ് ചെയ്താൽ മതി. പ്രിൻറ്റിങ്ങിനകത്ത് എന്താ ബി ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്താൽ ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ അത്രേ ഉള്ളൂ. എന്താ യൂസ് ദ എൽ സ്റ്റേറ്റ്മെൻറ്റ് ടു സ്പെസിഫൈ എ ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് കണ്ടീഷൻ ഈസ് ഫോൾസ്. ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ്. ഓക്കെ, ഇഫ് കണ്ടീഷൻ തെറ്റാണ്, അല്ലെങ്കിൽ ഇഫ് കണ്ടീഷനകത്ത് എഴുതിയേക്കുന്ന കണ്ടീഷൻ തെറ്റാണ് എങ്കിൽ ഇഫിനകത്തൊരു കാര്യം എഴുതിയിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ പിന്നെ ഇത് എന്നല്ലേ ഉള്ളൂ. അപ്പം അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾ എയും ബി എക്സാമ്പിളായിട്ട് എടുത്ത് വെച്ച് നോക്കിയിട്ട് അതിനകത്ത് ഏതാണോ വലുത് എന്നുള്ളത് നോക്കി ചെയ്യുമ്പോഴത്തേക്ക് എ വലുതാണെങ്കിൽ എ പ്രിൻ്റ് ചെയ്യും. അത് ഇങ്ങോട്ട് പോകും, ഇഫ് കണ്ടീഷനകത്തോട്ട് പോയിട്ട് പ്രിൻ്റ് ചെയ്യും. ഇനി എ അല്ല വലുത് എങ്കിൽ നമ്മൾ വീണ്ടും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട. ബി ഗ്രേറ്റർ ദാൻ എ ആണോ എന്നുള്ള കണ്ടീഷൻ നമ്മൾ അവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതെവിടെ എഴുതാൻ പറ്റും? എൽസിനകത്ത് എഴുതാൻ പറ്റും. എൽസിനകത്ത് എഴുതുമ്പോൾ എന്തായിരിക്കും? അത് എക്സിക്യൂട്ട് ചെയ്യും. എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ആദ്യം നോക്കും. അല്ല, അല്ലെങ്കിൽ ഇനി എന്തായാലും വേറെ കണ്ടീഷൻസ് ഒന്നും ചെക്ക് ചെയ്യേണ്ട. ബി ആണ് വലുത്. അത് എൽസിനകത്ത് എഴുതിയിരിക്കുമ്പം ബി ഈസ് ഗ്രേറ്റർ ദാൻ എന്നുള്ളത് എന്താ ചെയ്തായിരിക്കും? പ്രിൻറ്റ് ചെയ്തായിരിക്കും. ഇനി വേറെ വരുന്ന സാധനമാണ് എൽസിഫ്. ഇത് ഇതേപോലെയുള്ളൂ. ഒരു ഇഫ് കണ്ടീഷനകത്ത് ആദ്യം ഒരു കണ്ടീഷൻ എഴുതി, അത് തെറ്റാണ് എങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും കുറേ കണ്ടീഷൻസ് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ വരുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ എന്ത് എഴുതുന്നത്? എൽസിഫ് എഴുതുന്നത്. ഇത് സത്യം പറഞ്ഞാൽ കോഡിനകത്തോട്ട് കയറി കുറച്ചുകൂടെ പറഞ്ഞു തരുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, ഞാൻ കോഡിനകത്തോട്ട് ഡീപ്പായിട്ടോ എനിക്ക് സോ അപ്പം നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ഞാൻ ഇതിനു മുമ്പേ ഓൾറെഡി ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് നമ്മൾ എഡിറ്റിങ്ങിൻ്റെ ടൈം, സത്യം പറഞ്ഞാൽ ഇത് എഡിറ്റിങ്ങിൻ്റെ ടൈം ഇരുന്നപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ഇതിനകത്തുനിന്ന് 2 വീഡിയോസ് കാണാനില്ല. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഓപ്പറേറ്റേഴ്സും, ഈ 2 വീഡിയോസും കാണാനില്ല. ഞാൻ അതെല്ലാം എടുത്ത് വെച്ചിരുന്നായിരുന്നു. ഓപ്പറേറ്റേഴ്സ് ഒന്നും കണ്ടീഷണൽ ഓക്കെ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് വിടില്ല. അപ്പോൾ നമുക്ക് എന്താ കോഡിനകത്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. കണ്ടീഷണൽ .c എന്ന് പറയും. ഓക്കെ, ഞാൻ എന്താ കണ്ടീഷണൽ .c എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ സ്ഥിരം കലാപരിപാടികൾ ഹാഷ് ഇൻക്ലൂഡ് stdio stdio.h int main റിട്ടേൺ എന്താണ് 0. റെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഇതൊക്കെ എങ്ങനെ വരുന്നതെന്ന് അതൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഫങ്ഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ വല്ല ലൈബ്രറീസിനെ കുറിച്ച് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്താ ഈ കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ബേസിനകത്ത് ഇപ്പോഴേ ഇതെല്ലാം കൂടെ വാരിയിട്ട് കുളമാക്കണ്ട. ഇപ്പം തന്നെ ഓൾറെഡി കേട്ട് കുളമായിട്ടിരിക്കുകയായിരിക്കും. സോ നിങ്ങളായിട്ട് കുളമാക്കണ്ട. അത് നമുക്ക് എന്താ ഇതെല്ലാം തീർന്നിട്ട് ഈ പ്ലേലിസ്റ്റിൻ്റെ നമ്മൾ അവസാനത്തെ വരെയുള്ള കാര്യങ്ങൾ തീർന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ലോജിക് കൊണ്ട് ബിൽഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ഈ ലൈബ്രറീസ് എന്താണ്, ഫങ്ഷൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയാം. ഓക്കെ, അപ്പം ഇൻറ്റ് മെയിൻ റിട്ടേൺ 0 ഇത്രയും സാധനങ്ങൾ അവിടെ വയ്ക്കാം. ഇനി എന്താ
നമ്മുടെ സ്ഥിരമായിട്ടുള്ളത് ഇൻറ്റ് എ കൊമ ബി. എനിക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ തന്നെ വാല്യൂ കൊടുത്തു പോകാൻ പറ്റും കേട്ടോ. എ അസൈൻ 10 എന്ന് ഇവിടെ എഴുതാൻ പറ്റും. ബി അസൈൻ എത്ര 8, നമ്മുടെ സ്ഥിര ആൾക്കാർ ഇവിടെ തന്നെ എഴുതാൻ പറ്റും. അതിന് കുഴപ്പമൊന്നുമില്ല. ഇതിനെ നമ്മൾ ഈ ഇനിഷ്യലൈസേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ വാല്യൂ കൊടുത്ത് ഡിക്ലെയർ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയും, ഇനിഷ്യലൈസേഷൻ എന്ന് പറയും. അപ്പോൾ പുതിയൊരു കാര്യം കൂടെ പഠിച്ചല്ലോ, വാല്യൂ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിന് വാല്യൂ കൊടുക്കുന്നതാണ് ഇനിഷ്യലൈസേഷൻ. ഇനിഷ്യലൈസേഷൻ ചെയ്തില്ലെങ്കിൽ കുറച്ച് കുഴപ്പങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങളെന്താ ഗൂഗിളിലൊന്ന് പോവുക. വാട്ട് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ മേ occur in C programming language if a variable is not initialized, it is only declared എന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് ആൻസേഴ്സൊക്കെ കിട്ടും, കുറച്ച് ആർട്ടിക്കിൾസ് കാണും. അതൊക്കെ ഇരുന്നൊന്ന് വായിക്കുക. അപ്പോൾ ഇത് ഇരുന്ന് വായിക്കുമ്പോൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ പുതിയ ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എന്താ എന്തെങ്കിലുമൊക്കെ എറേഴ്സ് എവിടെയെങ്കിലുമൊക്കെ അടിച്ചാൽ എന്താണ് ആ എറർ, ഞാൻ ഇങ്ങനെയാണ് കൊടുത്തത്, അല്ലെങ്കിൽ ഇനി ChatGPT എടുത്ത് പോയി ചോദിക്കുകയാണെങ്കിലും ChatGPT ഞാൻ ഇങ്ങനെ ഒരു സാധനം കൊടുത്തു പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു എറർ വന്നു എന്തുകൊണ്ട് എന്ന് ചോദിക്കാം. അല്ലാതെ ഇത് കറക്റ്റാക്കി തരാം എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എറർ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് പറഞ്ഞുതരും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എറർ വന്നത്, അതെങ്ങനെ മാറ്റണം എന്നുള്ളത്. ഓക്കെ, നമുക്ക് നമ്മുടെ കോഡിനകത്തോട്ട് വരാം. ഫസ്റ്റ് നമുക്ക് എന്തായിരുന്നു ചെയ്യേണ്ടത്, ഞാൻ ക്ലിയർ പോയി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കിതിനകത്ത് ആരാ വലുത് ആരാന്ന് വെച്ചാൽ അത് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഇഫ് കീവേഡ് യൂസ് ചെയ്യുക, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ വേണ്ടി ഇഫ്. ഓക്കെ, ഇഫ് അതിനിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റിനകത്ത് നമ്മളെ കണ്ടീഷൻ എഴുതുക, എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള കണ്ടീഷൻ നമ്മൾ എഴുതി. അതുകൊണ്ട് എന്താ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് അത് അടിച്ചെടുക്കുക. പ്രിൻ്റ് എഫിനകത്ത് ഈസ് ഗ്രേറ്റർ, ഓക്കെ സോറി സെമി കോളൻ ആണ്. അതിൻ്റെ അതുപോലെ തന്നെ എൽസ് നമ്മൾ പറഞ്ഞു ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്താൽ അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒബ്വിയസ്ലി ആരായിരിക്കും ഗ്രേറ്റർ, ബി ആയിരിക്കും ഗ്രേറ്റർ. അപ്പോൾ അതിന് പിന്നെ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വീണ്ടും കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യാണ്ട് എന്താ ബി പ്രിൻ്റ് എഫിനകത്ത് ബി ഈസ് ഗ്രേറ്റർ അണ്ടെന്താ സെമി കൂടെ കൊടുക്കാം, സേവ് ചെയ്യുക. അണ്ടെന്താ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുക. എ ഇസ് ഗ്രേറ്റർ നമ്മൾ മുമ്പേ പറഞ്ഞിട്ട് നമുക്ക് ബിയുടെ വാല്യൂ 80 ആക്കി. അന്ന് കമാൻഡ് സെർച്ച് സേവ് ചെയ്തു. എന്നിട്ടൊന്നുകൊണ്ട് റണ്ണാക്കുമ്പോൾ ആരാ ഇവിടെ വന്നേക്കുന്ന ആൻസർ എന്താ, ആദ്യം എ ഇസ് ഗ്രേറ്റർ എന്നും പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നേക്കുന്ന ആരാ ബി ഇസ് ഗ്രേറ്റർ എന്നും പറഞ്ഞു. ഓക്കെ അല്ലേ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്കെന്താ ഇഫും എൽസും യൂസ് ചെയ്യുന്ന പറഞ്ഞു ഇതേപോലെ ഉള്ളൂ. ഇനി നമുക്കെന്താ എൽസ് ഇഫ് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എൽസ് ഇഫ് നമ്മുടെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് നോക്കാം. ഞാൻ പറഞ്ഞു ഇപ്പം ഇഫ് ഒരെണ്ണം എഴുതി, ഒരു ലോജിക്ക് എഴുതി. ഇനിയിപ്പോൾ ഇത് 4 ലോജിക്ക് ഇങ്ങനെ ഉണ്ട് എങ്കിൽ ഓക്കെ, അതിന് ഞാനാണെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് എക്സാമ്പിൾ ഞാൻ ഒന്ന് മാറ്റുക. ഞാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു ഇൻറ്റ് ഡേ എന്നും പറഞ്ഞു. ഓക്കെ, ഇൻറ്റ് ഡേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് യൂസറിൻ്റെ അടുത്ത് നിന്ന് 1 തൊട്ട് 7 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ വയ്ക്കാം. 1 തൊട്ട് 7 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ വയ്ക്കാം. യൂസറിൻ്റെ അടിക്കുന്ന 1 ആണെങ്കിൽ ഹാപ്പി മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഓക്കെ, അല്ലെങ്കിൽ ഇനി സൺഡേ മൺഡേ എന്ന് തുടങ്ങണമെങ്കിൽ അങ്ങനെ. എനിവേ അത് നിങ്ങളുടെ ചോയ്സ്. അപ്പം യൂസർ 1 അടിക്കുന്നതെങ്കിൽ നമുക്ക് മൺഡേ എന്ന് വിഷ് ചെയ്യണം, 2 ആണെങ്കിൽ ട്യൂസ്ഡേ, 3 ആണെങ്കിൽ വെനസ്ഡേ, 4 ആണെങ്കിൽ തേഴ്സ്ഡേ, അങ്ങനെ ഇവിടം വരാം, 7 ആണെങ്കിൽ സൺഡേ വരാം. അപ്പം യൂസർ അടിക്കുന്നതനുസരിച്ച് എന്താ നമുക്ക് യൂസറിന് യൂസർ ഏതെങ്കിലും ഒരു നമ്പർ അടിക്കാതിരിക്കുക, ആ നമ്പറിനനുസരിച്ച് നമുക്ക് യൂസറിനൊരു ഡേ വിഷ് ചെയ്യണം. ഓക്കെ അല്ലേ, അപ്പോൾ അത് നമുക്കെന്താ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യുന്നത്. ആദ്യം തന്നെ പ്രിൻ്റ് എഫ് നമ്മൾ യൂസറിൻ്റെ അടുത്ത് പറയാം, പ്ലീസ് സെൻഡ് number from 1 to 7
മനസ്സിലാകുന്നത്. 1 തൊട്ട് 7 വരെയുള്ളതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ ഇത് ചെയ്യാം. അത് നമ്മളെന്താ സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് %d, ആമ്പസെൻറ്റ് ഇതിനകത്തോട്ട് വാങ്ങിക്കും, നമ്മൾ ഡേക്കകത്തോട്ട് വാങ്ങിക്കും. ഓക്കെ, സെമിക്കോളൻ യൂസ് സെമിക്കോളൻസ്. ഈ പ്രോഗ്രാം എഴുതുമ്പോൾ സെമിക്കോളൻസ് ഇടാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ. പ്രിൻ്റ് പ്ലീസ് എൻ്റർ നമ്പർ എന്ന് പറഞ്ഞു. 1 തൊട്ട് 7 വരെ നമ്പർ വാങ്ങിച്ചു. അത് നമ്മൾ സ്കാൻ ചെയ്ത് ഡേക്കകത്തോട്ട് വെച്ചു. ഇഫ് എന്നിട്ടെന്താ ഡേയുടെ വാല്യൂ ഈക്വലാണെങ്കിൽ നമ്മൾ എന്താ ഈക്വൽ ടു ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എത്ര ഈക്വൽ സൈൻ ഇടണം? 2 ഈക്വൽ സൈൻ. 1 ഈക്വൽ സൈൻ ഇട്ട് എന്താ അസൈനാണ്. 2 ഈക്വൽ ടു സൈൻ ഇട്ട് എന്താ ഈക്വൽ ആണോ എന്ന് നോക്കി. അപ്പോൾ നമ്മളെന്താ ഈക്വൽ ടു 1 ആണോ നോക്കും. 1 ആണോ നോക്കും. 1 ആണെങ്കിൽ നമുക്കെന്താ പ്രിൻ്റ് എഫിനകത്ത് ഹാപ്പി മൺഡേ, ഹാപ്പി മൺഡേ എന്ന് പറഞ്ഞ് നമ്മൾ വിഷ് ചെയ്തു. നമുക്ക് ഒരു കണ്ടീഷൻ മാത്രമല്ല ചെക്ക് ചെയ്യാനുള്ളത്. ഇപ്പം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതിയെങ്കിൽ ഓക്കെ, നമുക്ക് ഒറ്റ ഇഫ് എഴുതിയാൽ മതിയായിരുന്നു. അതിനൊരു കണ്ടീഷൻ എഴുതി അതല്ല അത് തെറ്റാണെങ്കിൽ നമുക്കെന്താ എൽസിനകത്ത് നമുക്ക് വേറെ എന്തെങ്കിലും. ഇപ്പം യൂസർ 1 തൊട്ട് 7 വരെയുള്ള നമ്പർ എല്ലാവർക്കും അടിച്ചതെങ്കിൽ എന്നുവെച്ചാൽ 1 തൊട്ട് 7 വരെ അടിച്ചാൽ നമുക്ക് നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ഇത് ചെയ്യാം. ഇനി യൂസർ ഏതെങ്കിലും കാല് വരുന്ന യൂസർ അടിച്ചിരുന്നെങ്കിൽ മേ ബി 0 അടിച്ചു തരാം, 1000 അടിച്ചു തരാം, 2000 ഏതെങ്കിലും നമ്പർ അടിച്ചു തരാം. അപ്പം അങ്ങനെ ഏതെങ്കിലും നമ്പറാണ് ഇത് ചെയ്യേണ്ടെങ്കിൽ അടിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയേണ്ടത്? പ്രിൻ്റ് എന്താ പറയും, നീരമണ്ഡന പോടാ, നീരമണ്ഡന പോടാന്ന് പറയും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. സെമിക്കോളൻ ഇത്രയും തീർന്നു. ബട്ട് ഇനി ഇവിടെ ഉണ്ട്. നമുക്ക് ഡേ ഈക്വൽ ടു 1 ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ പോലെയല്ലോ. 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം, 3 ആണോ എന്ന് ചെക്ക് ചെയ്യണം, 4 ആണോ എന്ന് ചെക്ക് ചെയ്യണം, 5 ആണോ 6 ആണോ 7 ആണോ എന്നുള്ള എല്ലാം എന്ത് ചെയ്യണം, നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പം അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം 1 കൂടുതൽ കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ഇഫിൻ്റെ കൂടെ തന്നെ ഇഫും എൽസും എഴുതുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് എൽസ് ഇഫ് എന്ന് പറയുന്നത്. എൽസ് അതിൻ്റെ സ്പേസ് എന്നാണ് അതെത്തിട്ട് പോയി. ഓക്കെ, നമ്മളെന്താ അവിടെ ആണെങ്കിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും എന്താ ഡേ ഈക്വൽ ടു 2 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഡേ ഈക്വൽ ടു 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡേ ഈക്വൽ ടു 2 ആണെങ്കിൽ നമ്മളവിടെ പ്രിൻ്റ് എഫിനകത്ത് ഇവിടെ ഓൾറെഡി കിടപ്പുണ്ടല്ലോ, കോപ്പി ചെയ്തിടുക. ഞാൻ അവിടെ കോപ്പി ചെയ്തിടുക, പക്ഷേ നിങ്ങളാരും കോപ്പി ചെയ്യല്. എന്താ നിങ്ങൾ കോഡ് ചെയ്ത് തന്നെ പോവുക. ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടി കോപ്പി ചെയ്ത് പോവുക. ഇതിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് എന്നാൽ നിങ്ങളെ കുറച്ചുമായിട്ട് ബോറടിപ്പിക്കുന്നത് തോന്നിനാ. 2 3 4 5 6 7 ഇത്ര മതി, നമുക്ക് കൂടുതലൊന്നും വേണ്ട. ഓക്കെ, നമുക്ക് ഡേ 1 ആണോ 2 ആണോ നോക്കണം. എന്നിട്ട് 3 ആണോ നോക്കണം. 3 ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യണം, -d എന്ന് പ്രിൻ്റ് ചെയ്യണം. അതിനായിട്ട് 4 ആണോ നോക്കണം. ഞാൻ ആദ്യമേ നമ്പറും കിട്ടും. 5 ആണോ നോക്കണം, 6 ആണോ നോക്കണം, 7 ആണോ നോക്കണം. എന്നിട്ട് അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ചെയ്യണം. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഓക്കെ, നോക്ക്, നമ്മുടെ യൂസർ 1 അടിക്കുന്നെങ്കിൽ മൺഡേ. എൽസ് അല്ലെങ്കിൽ 2 ആയിരിക്കും. 2 ആണോ അല്ലെങ്കിൽ 2 ആണോ അല്ലെങ്കിൽ 3 ആണോ അല്ലെങ്കിൽ 4 ആണോ എന്നാണ് ആര് ചെക്ക് ചെയ്യുന്നത്, എൽസ് ഇഫ് ചെയ്യുന്നത്. ഇഫ് 1 ആണോ
അല്ലെങ്കിൽ 2 ആണോ, അല്ലെങ്കിൽ 3 ആണോ, അല്ലെങ്കിൽ 4 ആണോ, ആ രീതിയിലായിരിക്കും ഇത് വർക്കാവുന്നത്. സേവ് ചെയ്യുക, റൺ ചെയ്യുക. ഓക്കെ, ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്യുന്നു, ഞാൻ തന്നെ ഒന്ന് റൺ ചെയ്യുന്നു. ഓക്കെ, പ്ലീസ് എൻ്റർ എ നമ്പർ ഫ്രം 1 to 7. ഞാനാണെങ്കിൽ 8 പറഞ്ഞടിച്ചു. 8 പറഞ്ഞടിച്ചപ്പോൾ എന്താ വന്നത്? നീ ഒരു മണ്ടനാ പോടാ. ബിക്കോസ് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താ 1 to 7 വരെയുള്ളൊരു നമ്പർ അടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ യൂസറാണെങ്കിൽ എത്ര 8 അടിച്ച് വരുമ്പോൾ പിന്നെ എന്ത് പറയാനാ? അല്ല, 1 to 7 ഞാൻ 4 അടിച്ചു. 4 ആണെങ്കിൽ ഹാപ്പി തേഴ്സ്ഡേ, 4 ആണെങ്കിൽ തേഴ്സ്ഡേ ആണ് കണ്ട, 4 ആണെങ്കിൽ തേഴ്സ്ഡേ. ഓക്കെ, അതേപോലെ എന്ത് ചെയ്തു? പ്രിൻറ്റ് ചെയ്ത് അടിച്ചു. അപ്പം ഇതിൻ്റെ ലോജിക്ക് ഭയങ്കര സിമ്പിളായിരിക്കും. നിങ്ങൾ ഇതേപോലെ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നമ്പർ വാങ്ങിക്കുക, എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. നിങ്ങളുടെ ഇഷ്ടം. കുറച്ച് എന്താ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക. എനിവേ, ഞാൻ കുറച്ച് അസൈൻമെൻറ്റ്സ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് പിൻ്റെ കമൻറ്റിനകത്ത് പിൻ ചെയ്ത് വെച്ചേക്കാം. അതെന്തായാലും നോക്കുക. അതിനകത്ത് കുറച്ച് അസൈൻമെൻറ്റ്സ് കാണും, അത് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. സത്യം പറഞ്ഞാൽ അസൈൻമെൻറ്റ്സ് വരുന്ന എക്സാമ്പിൾസ് അല്ലെങ്കിൽ വരുന്ന വീഡിയോസിനൊന്നും തരുന്നില്ല. ഈ വീഡിയോ ആയിരിക്കും ലാസ്റ്റ്. ഇതിനകത്തും കൂടെ നിങ്ങളെന്താ അസൈൻമെൻറ്റ്സ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി വരുന്ന വീഡിയോസ് തൊട്ട് എന്താ നിങ്ങൾ സ്വന്തമായിട്ട് അസൈൻമെൻറ്റ്സ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ എക്സാമ്പിൾസ് കണ്ടെത്തി ചെയ്യുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റ്സിലെ കുറേ പ്രോബ്ലംസൊക്കെ കിടപ്പുണ്ടായിരിക്കും, അതൊക്കെ ഒന്ന് തപ്പി പിടിച്ചിട്ട് എന്താ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത് നമ്മളൊരു അസൈൻമെൻറ്റ്സ് ആയിരുന്നു, അത് മാത്രം നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റത്തില്ല. ആസ് എ ഡെവലപ്പർ നമുക്കാണെങ്കിൽ സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഓരോരുത്തരത്ത് പോയി ഓരോന്ന് തപ്പി പിടിച്ച് ഇത് ചെയ്യുക. നമ്മൾ എത്രത്തോളം പ്രോബ്ലം സോൾവ് ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെ ഇത് ചെയ്തു, അല്ലെങ്കിൽ സോൾവ് ചെയ്ത് എന്തൊക്കെ കറക്റ്റാക്കി എന്നുള്ളതിനെക്കാട്ടി പ്രാധാന്യം നമ്മൾ എന്തൊക്കെ അവിടെ പഠിച്ചു എന്നുള്ളതാണ്. ഒരറിവും ചെറുതല്ല. അപ്പം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയ എന്താ അത് ഗെയിൻ ചെയ്യുക. നോളജ് ഈസ് ഓൾസോ വെൽത്ത്. അത് ഇപ്പം മനസ്സിലാകത്തില്ലായിരിക്കും, നമ്മൾ കുറച്ച് കരിയർ ഫ്രണ്ടിലോട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ബിക്കോസ് നമ്മൾ ജൂനിയർ ഡെവലപ്പറായിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനിരിക്കുന്ന ഈ ടൈമിൽ നമുക്കെന്താ പഠിക്കാനുള്ള ടൈം കിട്ടത്തുള്ളൂ. ഒരു ജോലിക്ക് കയറി ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്കെന്താ പുതിയ കാര്യങ്ങൾ ഈ നമ്മൾ ഇപ്പം കാണിക്കുന്ന ത്വരയുടെ അത്ര ഇതിൽ കയറി എന്താ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല, അതിനുള്ള ടൈം കാണത്തില്ലായിരിക്കും. ബിക്കോസ് വർക്ക് പ്രഷർ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ കമ്പാരിസൺ യൂസ് ചെയ്ത് ഇഫ് കണ്ടീഷൻസും യൂസ് ചെയ്ത് നമ്മളാണെങ്കിൽ എന്താ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേറൊരു സാധനം കൂടെ ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അതിനെയും കൂടെ ഒന്ന് പരിഗണിക്കണ്ടേ. ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ തല കുറച്ചുകൂടെ എന്ത് ചെയ്യണം, ഒന്ന് വർക്ക് ചെയ്യേണ്ട ടൈമാണ്. ഓക്കെ, നമ്മുടെ തല കുറച്ചുകൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട ടൈമായിരിക്കും നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ. ഞാൻ ഇനി ഇത് ഇത്ര മാറ്റാം. ഇനി അടുത്ത് നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും കൂടെ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഒന്നോ അതിൽ കൂടുതലോ കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള റിസൾട്ട് വെച്ചിട്ട് വേണം യൂസറിന് എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് നമുക്കാണെങ്കിൽ ഇനി എന്താ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. കുറച്ച് കട്ടിയുള്ള എക്സാമ്പിളായിരിക്കും. ആദ്യമേ കുറച്ച് കത്താനൊന്ന് പാടുപെടും, ബിക്കോസ് ഇതിനകത്ത് കുറച്ച് തല ഉപയോഗിക്കേണ്ട എക്സാമ്പിളാണ്. ഞങ്ങൾ ചെറുതാക്കല്ല, ചുമ്മാ പറഞ്ഞേ. ഓക്കെ, ഞാൻ എൻ്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ഇൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വാലെന്ന് പറഞ്ഞ് ഞാൻ ഡിക്ലെയർ ചെയ്തിടുക. ഞാൻ ഇനിഷ്യലൈസേഷൻ ഒന്നും ചെയ്യുന്നില്ല, ഇത് ചെയ്യുക. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് യൂസറിൻ്റെ കയ്യിൽ നിന്ന് 0 to 24 hours, എന്നുവെച്ചാൽ 0 തൊട്ട് 24 വരെ. ഓക്കെ, 0 to 24 hours ഫോർമാറ്റിൽ നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒരു ടൈം വാങ്ങിക്കുക യൂസറിൻ്റെ അടുത്ത്. ഒരു അവർ വെച്ചാൽ ഹോൾ നമ്പർ, അല്ലാതെ 12:30, 1:30 അങ്ങനെയില്ല. ഓക്കെ, ഒരു അവർ. ഇപ്പം 0 to 12 വരെ പോകും. 12 കഴിഞ്ഞിട്ട് എന്താ 13, 14 ആ രീതിയിൽ നമ്മുടെ റെയിൽവേ ക്ലോക്ക് ഉണ്ടല്ലോ, ആ ടൈമിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ 0 to 24 അകത്തുള്ള ഏതെങ്കിലും ഒരു വാല്യൂ വാങ്ങിക്കുക. ഡെസിമൽ പോയിൻറ്റ്സ് ഒന്നുമില്ല, മീൻസ് നമുക്ക് എന്താ ഒരു വോൾ ഹവറാണ് തരുന്നത്. ഇപ്പോൾ 12 ആണെങ്കിൽ 12. ഓക്കെ, ഇപ്പോൾ 12:30 ആണെങ്കിൽ നമ്മളെന്താ അത് ഒന്നായിട്ട് കൂട്ടി ആ രീതിയിൽ നമ്മൾ പോകും. ഓക്കെ, അന്ന് നമ്മൾ യൂസറിൻ്റെ നിന്ന് അങ്ങനെ ഒരു വാല്യൂ വാങ്ങിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം 0 to 24 ഒരു അവർ വാങ്ങിക്കുക.
യൂസർ അടിക്കുന്ന അവർ ഏതാണോ അതിനനുസരിച്ച് യൂസറിനെ വിഷ് ചെയ്യുക. നമ്മൾ ഇച്ചിരി മുമ്പ് ഒരു ഡേ ആണ് വിഷ് ചെയ്തെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, യൂസറിനെ വിഷ് ചെയ്യുക. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ലോജിക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആദ്യമേ ആ ലോജിക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അല്ലെ നമുക്ക് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ലോജിക്ക് മതിയോ? എനിക്കൊന്ന് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലോജിക്ക് പറഞ്ഞു അല്ലേ? ഓക്കെ, ഞാൻ എൻ്റെ ബ്ലാക്ക് ബോർഡിനകത്തോട്ട് വരാം. വൈറ്റ് ബോർഡ് സോറി. ഓക്കെ, നമ്മുടെ കണ്ടീഷൻ ഒന്നെന്ന് പറയുന്നത് കണ്ടീഷൻ എന്താ, ഗുഡ് മോർണിംഗ്. അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എപ്പോഴാണ് നമ്മൾ യൂസറിനെ വിഷ് ചെയ്യേണ്ടത്? ഏതൊക്കെ ടൈം പീരീഡിനിടയ്ക്കാണ് നമുക്ക് യൂസറിന് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. നമ്മളെന്തായാലും എല്ലാവരും എണീറ്റ് വരുന്നൊരു ടൈം എന്ന് പറയുന്നത് പല ടൈമായിരിക്കും. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കെന്താ, രാവിലെ ഒരു 6 മണി തൊട്ട് നമ്മളെന്തായാലും 12 മണി വരെ ഗുഡ് മോർണിംഗ് ആയിരിക്കും വിഷ് ചെയ്യുന്നത്. 12-ന് ശേഷം നമ്മൾ വിഷ് ചെയ്യുന്നതായിരിക്കും എന്ത്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം ഞാൻ ഗുഡ് ചേർക്കുന്നില്ല, ഏതാട്ട് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് 12 തൊട്ടിട്ട് എത്ര മണി വരെ ആയിരിക്കും? ഒരു 1 മണി, 2 മണി, 3, ഒരു 4 മണി വരെ. 4 മണി എന്ന് പറയുമ്പം എത്ര? 16. നമ്മൾ 24 hours കൂട്ടുന്നത്. എന്നിട്ട് ഈവനിങ് എന്ന് പറയുന്നത് നമുക്കെന്താ, ഒരു 4 മണി തൊട്ട് നമുക്കൊരു 7 മണി, നമുക്കൊരു 8 മണി വരെ കൂട്ടാം. എന്ന് വെച്ചാൽ 8 മണി തൊട്ട് നമുക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞു തുടങ്ങിയാൽ മതി. ഓക്കെ, അപ്പം 8 എന്ന് പറയുമ്പോൾ എത്ര വരും? 20. 16 എന്ന് പറയുന്നത് 4 ആവും. 5, 6, 7, 8, 4 മണിക്കൂർ. അപ്പോൾ 16, 17, 18, 19, 20. 20ാമത്തെ ഹവറായിരിക്കും. അവിടെ വരെ ഈവനിങ് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത്, നൈറ്റ് പറയും. നൈറ്റ് എന്ന് പറയുന്നത് 8 മണി തൊട്ട് 6 മണി വരെ. ഓക്കെ, 8 മണി തൊട്ട് 6 മണി വരെ എന്ത് പറഞ്ഞാൽ മതി? തൽക്കാലം ഗുഡ് നൈറ്റ് പറഞ്ഞാൽ മതി. 5:30 എണീറ്റാലും ഗുഡ് നൈറ്റ് പറഞ്ഞാൽ മതി. ഗുഡ് മോർണിംഗ് പറയണ്ട, ഉറങ്ങേണ്ട ടൈമാണ് അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ. ഇതിന് നമുക്ക് ടൈമെല്ലാം മനസ്സിലാവില്ല. മോർണിംഗ് വരേണ്ടത് 6 to 12, ആഫ്റ്റർനൂൺ വരേണ്ടത് 12 to 16 ഇടയ്ക്ക് വരികയാണെങ്കിൽ, ഈവനിങ് വരികയാണെങ്കിൽ 16-നും 20-നും ഇടയ്ക്കുള്ള ടൈമാണ് അടിക്കുന്നതെങ്കിൽ എന്താ, ഗുഡ് ഈവനിങ് വിഷ് ചെയ്യണം. 8-നും രാത്രി 8-നും, ഞാൻ രാത്രി 8 എഴുതി വെച്ചേക്കുന്നത് അല്ലേ, സോറി, രാത്രി 20-നും 6 മണിക്കും ഇടയിലാണെങ്കിൽ നമ്മൾ എന്ത് വിഷ് ചെയ്യണം? യൂസറിനെ വിഷ് ചെയ്യേണ്ടതാണ് ഗുഡ് നൈറ്റ് എന്ന്. ഇനി നമുക്ക് കോഡിനകത്ത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അത്രയുള്ളൂ. ഞാനൊരു ഇഫ് എഴുതി, പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും ഇടുന്നില്ല. എന്നിട്ട് എന്താ, പ്രിൻ്റ് എഫിനകത്ത് ഗുഡ് മോർണിംഗ് എൽസ് ഇഫ് ഒരു കണ്ടീഷൻ വരും. ആ കണ്ടീഷനകത്ത് ഗുഡ് മോർണിംഗ് അത് കഴിഞ്ഞിട്ട് വരേണ്ടതാ ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എൽസ് ഇഫ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ട് ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് നമുക്ക് എൽസിനകത്ത് എഴുതിയാൽ മതി. എൽസ് എന്തായിരിക്കും? ഗുഡ് നൈറ്റ്.
ഓക്കെ, ഇവിടെ എററൊക്കെ അടിക്കുന്നുണ്ടായിരിക്കും, അത് നോക്കണ്ട, ബിക്കോസ് നമ്മൾ കണ്ടീഷൻ ഒന്നും എഴുതിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ആണുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് 6-നും 12-നും ഇടയ്ക്കായിരിക്കണം. 6th hour to 12th hour ഇടയ്ക്കായിരിക്കണം എന്ത് ചെയ്യുന്നത്. അപ്പം നമുക്ക് യൂസർ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും. വാല്യൂ എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. 6 അല്ലെങ്കിൽ 6-ന് മുകളിലോട്ടോ. ഓക്കെ, 6 അല്ലെങ്കിൽ 6-ന് മുകളിലോട്ടോ, അല്ലെങ്കിൽ പോട്ടെ 6 അല്ലെങ്കിൽ 6-ന് മുകളിലോട്ടോ വരുവാണെങ്കിൽ നമുക്ക് എന്താ, ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യണം. എവിടം വരെ? 12 മണി വരെ. ഓക്കെ, 12 മണി എന്ന് പറയുമ്പോൾ 12 12-ന് തറയിലുള്ള നമ്പറാണ് വേണ്ടത്. അപ്പോൾ അവിടെ വേറൊരു സാധനം കൂടെ വരും, 12 12-ന് ഇടയിലുള്ള വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതായിരിക്കും? അത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ കറക്റ്റായാൽ മതി. 6-നും 6-നെക്കാട്ടി വലുതോ ആയിരിക്കണം ആണ്, അല്ലെങ്കിൽ 12 അതിനെക്കാട്ടി ചെറുതായിരിക്കണം. ഓക്കെ, ഒരു കണ്ടീഷൻ ശരിയായാൽ മതിയോ? ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ഒരു കണ്ടീഷനല്ല, 2 കണ്ടീഷനും ശരിയായിരിക്കണം അവിടെ. കാരണം എന്താ? 6 6-നെക്കാട്ടി വലുതോ അല്ലെങ്കിൽ 12 12-നെക്കാട്ടി ചെറുതോ, ഇതിന് ഇടയ്ക്ക് നിന്നിരിക്കണം. ഈ 2 കണ്ടീഷനും ട്രൂ ആയിരിക്കണം. 6-നെക്കാട്ടി കുറയാനും പാടില്ല, 12-നെക്കാട്ടി കൂടാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് എന്ത്? ആൻഡ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ ശരിയായ എന്ത് വർക്കാവും? ഗുഡ് മോർണിംഗ് വർക്കാവും. ഇനി ഗുഡ് ആഫ്റ്റർനൂൺ ഉണ്ട്, ഗുഡ് ഈവനിങ് ഉണ്ട്, ഗുഡ് നൈറ്റ് ഉണ്ട്. അതിനകത്ത് ഏത് എക്സാമ്പിൾ ഞാൻ ചെയ്യണം? ബിക്കോസ് ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഇട്ട് തരിക. ഞാൻ ഗുഡ് ഈവനിങ് ചെയ്യാം, ഗുഡ് ആഫ്റ്റർനൂൺ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗുഡ് ഈവനിങ് എന്ന് പറയുന്നത് 16 to 20 ഇടയ്ക്കാണ്. അപ്പോൾ ഞാൻ ഈ സെയിം സാധനം ഒന്ന് കോപ്പി ചെയ്യാണ്, അതോടെ പേസ്റ്റ് അടിച്ചു. ഓക്കെ, നോക്കാം വാല്യൂ എത്ര? 16-നും 20-നും ഇടയ്ക്ക്. അപ്പം 16-നെക്കാട്ടിൽ വലുതും 20-നെക്കാട്ടി ചെറുതുമായിരിക്കണം. സെയിം സംഭവം തന്നെയല്ലേ ഗുഡ് ആഫ്റ്റർനൂണും. അതും കൂടെ ഞാനായിട്ടില്ലാണ്ട് വയ്ക്കുന്ന എന്തോത്തിനാ? 12. ഓക്കെ, നമ്മളിപ്പോൾ 16 അടിക്കുകയാണെങ്കിൽ നമുക്ക് ഗുഡ് ഈവനിങ് എന്ന് തന്നെ പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മറ്റേത് ഗ്രേറ്റർ ദാൻ 16 എടുത്തത്. എന്ന് വെച്ചാൽ 16-നെക്കാട്ടി വലുതായിരിക്കണം എന്നുള്ള രീതിയിൽ. 20 തരാം. 12 to 20. ഓക്കെ, പ്രിൻ്റ് ഓഫിനകത്തെല്ലാം എന്ത് കൊടുക്കണം? ഓക്കെ, നമ്മുടെ ലോജിക്ക് തീർന്നു. നമുക്ക് ഇനി ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഒന്ന് പറഞ്ഞുതരാം, പറഞ്ഞു തന്നിട്ട് അല്ലേ. നമ്മുടെ വാല്യൂ 6-നെക്കാട്ടിൽ വലുത് എന്ന് വെച്ചാൽ നമ്മളിവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ 6 തൊട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഗുഡ് മോർണിംഗ് പ്രിൻ്റ് ചെയ്യണം. അപ്പം 6-നെക്കാട്ടി വലുതോ അല്ലെങ്കിൽ 6 തൊട്ട് 12 12-നെക്കാട്ടി ചെറുതോ വരാം. ഇനി 12 ഗ്രേറ്റർ ദാൻ 12 എന്ന് പറഞ്ഞാൽ 12 മുകളിൽ എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും? ഒരു 13 എന്ന് വെച്ചാൽ 1 മണി തൊട്ട്. ഓക്കെ, 12-നെക്കാട്ടി ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 12:30 എന്ന് പറഞ്ഞാലും എത്രയായിട്ട് നമ്മൾ കൂട്ടുന്ന 1 മണിയായിട്ടാണ് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മളങ്ങ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് ഫ്ലോട്ടിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ട് പോയിൻ്റ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മുടെ നമ്പർ സിസ്റ്റമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഇത് മാറ്റി നമ്മൾ ടൈം ഫോർമാറ്റിലോട്ടൊക്കെ ആക്കണം. അപ്പോൾ ഇൻറ്റ് ഫ്ലോട്ടൊക്കെ മാറിയിട്ട് ടൈം എന്ന് പറയുന്നത് വേറൊരു ഡേറ്റ ടൈപ്പൊക്കെ വരും. തൽക്കാലം അത്രയും പഠിച്ച് കുളമാക്കണ്ട, ഇൻറ്റിനകത്ത് ഈ രീതിയിലങ്ങ് ചെയ്തു പോവാം. അപ്പം എത്ര? 12-നെക്കാട്ടി വലുതും 20-നും ഇടയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യും? ഗുഡ് ആഫ്റ്റർനൂൺ പ്രിൻ്റ് ചെയ്യും. 16 എന്ന് വെച്ചാൽ 4 മണി തൊട്ട് എത്ര? 20 വരാണെങ്കിൽ ആരും ഗുഡ് ഈവനിങ് പ്രിൻ്റ് ചെയ്യും. ഇത്രയുള്ളൂ. ആൻഡ് ഇത് റൺ ചെയ്യാം.
നമ്മുടെ യൂസറിൻ്റെ അടുത്ത് വാല്യൂ ഒന്നും അടിക്കാൻ പറഞ്ഞില്ല. എത്ര എണ്ണാവും? 1 എണ്ണാവത്തില്ല. അവിടെ യൂസറിൻ്റെ അടുത്ത് വാല്യൂ അടിക്കാൻ പറഞ്ഞോ? ഇല്ല. വാല്യൂ വാങ്ങിച്ചോ? ഇല്ല. പിന്നെ എന്ത് ചെക്ക് ചെയ്യും ഇവിടെ? എൻ്റെ എഫിനകത്ത് സെൻറ്റർ നമ്പർ 1 to 24. 224 അല്ല, 1 to 24. എന്നിട്ട് അതെന്ത് വേണം? സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് %d അങ്ങോട്ടാ ആംപർസെൻറ്റ് വാൽ സെമിക്കോളൻ. ഇവിടെയും സെമിക്കോളൻ. വാലിസ്റ്റോ സോറി ഒന്ന് വാലില്ല എന്നാ വാല്യൂവിനകത്തോട്ട് എന്ത് ചെയ്യണം? മാറ്റി വയ്ക്കണം. വേരിയബിൾ വാൽ ഈസ് അൺഇനിഷ്യലൈസ്ഡ് വെൻ യൂസ്ഡ് ഹിയർ. വാല് അൺഇനിഷ്യലൈസ്ഡ് ആണെന്ന് പറയണം. നമുക്ക് നോക്കാം എന്താ അങ്ങനെ. ആണ് യൂസറിൻ്റെ അടുത്ത് നമ്പർ അടിക്കാൻ പറഞ്ഞു. ഞാൻ 7 മണി അടിച്ചു. 7 മണി അടിച്ചപ്പോൾ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തു. ഞാൻ വീണ്ടും ഒന്ന് റൺ ചെയ്തവർക്ക് ഞാനാണെങ്കിൽ ഇനി 0 അടിച്ചു. 0 അടിച്ചാൽ എനിക്ക് എന്താ വരുന്നത്? 0 അടിച്ചപ്പോൾ എനിക്ക് ഒന്നും വന്നില്ല. ഹിൽസ് വർക്കായില്ലേ? അപ്പം ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഈ കോഡിനകത്ത്. ഓക്കെ, കോഡിനകത്ത് ചെറിയൊരു മിസ്റ്റേക്സ് വരും. നമ്മുടെ ഇതേ ലോജിക്കിനകത്ത് ചെറിയൊരു കുഴപ്പം വരും. അപ്പം ആ കുഴപ്പം എന്താണെന്നുള്ളത് നിങ്ങളെന്താ ഈ കോഡ് ഇതേപോലെ ചെയ്തിട്ട് എവിടെയാണോ ChatGPT ആണോ ChatGPT അല്ലെങ്കിൽ ബ്രൗസറിനകത്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ബ്രൗസർ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് എന്താ ഒന്ന് കണ്ടുപിടിക്കാം ഇതിനകത്ത് എന്താണോ ഈ പ്രോബ്ലം വരാൻ കാരണം. ഞാനാണെങ്കിൽ 0 അടിച്ചപ്പോൾ എനിക്കൊന്നും പ്രിൻ്റായി കാണിച്ചില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ഉള്ളത് എന്താ ഒന്ന് പോയി സെർച്ച് ചെയ്യുക. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെന്ത് ചെയ്യുക? ഡിബഗ് ചെയ്യുക. ഡിബഗ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എറർ ഫിക്സ് ചെയ്യുക. ഓക്കെ, എററല്ല ബഗ്ഗാണിത്. എന്ന് വെച്ചാൽ എററും ബഗ്ഗും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം എറർ എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഒരു എറർ വന്നിട്ടുണ്ട്, ഈ സാധനം ഉണ്ടെന്ന്. പക്ഷേ ബഗ് എന്ന് പറയുന്നത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആൻസർ വേറെയും നമ്മൾ പക്ഷേ പ്രോഗ്രാം റൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ എഴുതിയ ലോജിക്കിനകത്ത് എന്തെങ്കിലും സിമ്പിൾ മിസ്റ്റേക്സ് കാരണം നമുക്ക് വരുന്ന ആൻസർ വേറെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള സംഭവത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പം ഇതൊന്ന് കണ്ടുപിടിച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് വരാം. അതിന് ബൈ.